ഇന്ന പിടിച്ചോ. കാര്യമെല്ലാം കാര്യം. ഓന്റെ ഭാര്യ ഇരിക്കുന്നത് തേച്ചും ഞാനാ കേൾക്കുന്നു. അല്ലെങ്കിലേ സൗകര്യം തരുന്നില്ല. നീ ആ ഉമ്മാക്ക് തുമ്മായി കൊടുക്കുന്നു പറഞ്ഞിട്ട്. ഓ പിന്നെ ഞാനാന്ന് ഓന്റെ ഉമ്മ, അല്ലാണ്ട് ഓനല്ല എന്റെ ഉപ്പ. ഓ, മോൻ വിളിക്കുമ്പോ ഈ ചൊറുക്കൊന്നും കാണുന്നില്ലല്ല. മോനെ പാലേ തേനെ ചക്കരെ, നിങ്ങൾ അസല് സിനിമ നടിയാന്ന് പാത്തു. ഓന് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ചോർത്തി കൊടുക്കുന്നത് ആരാന്നാ? ഇവിടെ ഒരു ഇംഗ്ലീഷുകാരത്തി ഉണ്ടല്ല, ഉപ്പുമാ ഇങ്ങന ഉപ്പുമാ അങ്ങന എന്ന് പറഞ്ഞ് സോപ്പിടാൻ ഇങ്ങോട്ടേക്ക് വരും. ഇങ്ങ് വരട്ട്, ഞാൻ കാണിച്ചു കൊടുക്കും. കാര്യമെല്ലാം കാര്യം തന്നെ ഉണ്ണാമ്മ. ഞാൻ ഉപ്പാനോട് പറഞ്ഞു കൊടുക്കുവേ, രാത്രി ആവുമ്പോ കുറച്ച് മൂക്കുത്തു. കണ്ട ഈ കുഞ്ഞുമോക്കില്ലാത്ത രോഗമില്ല. അതിന്റെ അടുക്ക് പുകയിലും കൂട്ടിട്ട് മുറുക്കാനും ചാന്ന്. ഉപ്പിങ് വരട്ട്, ഞാൻ പേരക്കേന്റെ വടിച്ചെത്തി കൊടുക്കുന്നുണ്ട്. ഓ, ഒരു ഉപ്പാന്റെ മോള് വന്നിരിക്കുന്നു. എന്റെ ഉപ്പാനോട് ഉണ്ണിയും അമ്മനോട് ചോദിച്ചു നോക്ക്. പണ്ട് പേരക്കേന്റെ വടി കൊണ്ട് ഞാൻ അടിച്ച പാട് ഇപ്പൊ കുട്ടിക്കില്ലേന്ന്. ഒരു ഉപ്പിയും മോളും. എന്റെ പാത്തു. ഓ, വലിയ ഉമ്മാമ. ഞാൻ മരിച്ചുപോയാൽ എന്റെ മാലി അൽക്കത്തും തൊട്ടു അതിനങ്ങ് പറയാം. എല്ലാം എന്റെ പാറമോക്കില്ലതാന്ന് കേട്ടോ ഉണ്ണി. എല്ലാം എടുത്തിട്ട് എന്റെ മോക്ക് കൊടുക്കണം കേട്ടാ. ആർക്കുമാണ് നിങ്ങൾ പഴയ അൽക്കത്തും മാലയും? എനിക്ക് എന്റെ ഉപ്പ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ട് നല്ല അസലും മാലയും വളയും. നേരാന്ന്. ഓ പിന്നെ ഒന്ന് പോവണ്ണേ ആടുന്ന്. ഓ എന്റെ കുശുമ്പത്തിപ്പാറു. ഇത് ലാസ്റ്റാണ്. ഇനി ഞാൻ കൊണ്ടു തരൂലേ. നാളെ നേരം വെളുക്കുമ്പോക്കല് ഞാൻ മരിച്ചിനെങ്കില് നീ ഇനി കൊണ്ടു തരണ്ട കേട്ടാ. നിങ്ങള് മരിക്കാനാ തൈലപ്പാത്തുമ്മയാ. നിങ്ങൾ ഇനി ഒരു 50 കൊല്ലം ജീവിക്കും എന്റെ പാത്തു. നിങ്ങള് നമ്മളെ പൂക്കോരി ഇട്ട നിലാവല്ലേ. ആ, ഞാൻ പോന്നേ. മീറ്റിംഗും കഴിഞ്ഞ് നേരെ ഇങ്ങോട്ടേക്കാ വന്നിന്. ഓള എന്നെ പൊരക്കേറ്റൂല. അതിന് നീ ഓളം മോയിച്ചല്ലേ, നമ്മക്ക് പറക്കട്ടാ. ആ മതി മതി, ഈ ഗുളിക കുടിച്ചാട്ടെ. ഷീനോട് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് രണ്ടിന്റെ പ്ലാൻ. രണ്ടും അപ്പുറം ഇപ്പുറം കുടുംബം കളിക്കളാന്ന്. നീ ഇപ്പം പോട്. ശരി ശരി, എന്റെ പാത്തുച്ച ഇങ്ങി ഇതൊന്ന് കുടിക്ക്. എന്നാ പാത്തു, രാത്രിയില് യാത്രയില്ല, ഞാൻ പോന്ന്. ഉണ്ണി ഒന്നാടുന്നേ. എന്താ സുരേഷ, കാര്യങ്ങളൊക്കെ ജോറല്ലേ? ആ, ഈ ചോദ്യം ഞാൻ അങ്ങോട്ടേ ചോദിക്കേണ്ടത്. ആന്നാ അങ്ങനൊരു വർത്താനം. നിന്റെ ചങ്ക് വിളിക്കയില്ലേ? ഇപ്പൊ അടുത്തൊന്നും വരുന്നില്ലാന്ന് തോന്നുന്നല്ലേ? ഓൻ വന്നിട്ട് നിനക്കെന്തിനാ? എല്ലപ്പ അനക്കൊന്നുമില്ല. ഇന്നലെ രാത്രി ഓന്റെ വീട്ടിന് മുമ്പ് എന്റെ ബൈക്ക് കണ്ടിന്. ഞാൻ വിചാരിച്ചു ഓൻ വന്നിട്ടുണ്ടാവുന്നു. ഓ അങ്ങനെ. ഓൻ വരുമ്പം ഞാൻ നിന്നെ അറിയിക്കാട്ടാ. നീയല്ലോ ഒരു പ്രസ്ഥാനാടാ, നിന്റെ എല്ലോ യോഗം. മോനെ സുരേഷ, അത് നീ പറഞ്ഞത് നേരാ. ഞാനൊരു പ്രസ്ഥാനം തന്നെയാ. വെറുതെ ചൊറിയാൻ നിൽക്കണ്ട കേട്ടാ. ഞാൻ കയറി അങ്ങ് മാന്തും, പിന്നെ ആകെ പുലിവാലാവും. ഹലോ, എന്നാ സാജി? ഞാൻ പെട്ടെന്ന് വരാം. അന്നേ നാട് നന്നാക്കാൻ പോനേ ഇല്ലായിരുന്നു. ഇവന്റെ എല്ലാം തലയിൽ വരച്ച് കൊള്ളി നമ്മളെ വളപ്പിച്ചാടിയിട്ടെങ്കിൽ.
എന്താ ഉണ്ണിയേട്ടാ, ഡോക്ടർ എന്താ പറഞ്ഞേ? പോയി. ആരോടൊന്നും പറയാതെ. ഇനി ഞാൻ ആർക്കാ? പ്രാവേ, നീ ഇവരെയും കൂട്ടിട്ട് വീട്ടിലേക്ക് ചെല്ല്. വേണ്ടുന്ന കാര്യം എന്താ വെച്ചാ ചെയ്. നീ എവിടെയാ? നമ്മുടെ ഉമ്മ എന്നോടൊരു വാക്ക് പറയാതെ, നിന്നെ ഒന്ന് കാണാൻ പോലും നിൽക്കാതെ എന്റെ ഈ മടിയിൽ കിടന്ന, നമ്മളിവിടെ ആശുപത്രിയിൽ എത്തുന്നതിന് മുന്നേ നീ എന്തെങ്കിലും പറ. എനിക്കൊറ്റക്ക് നീ എത്രയും പെട്ടെന്ന് വാ. ഞാൻ വെക്കുന്നു. ഓന്റെ വിവരം വന്നിനി. ഓനിപ്പോ അടന്ന് കയറും. ഉച്ചക്ക് മുന്നേ എത്തും. ഓൻ വന്ന് കൂടിയ 1 മണിക്കൂർ മഗ്‌രിബിന് മുമ്പേ ഖബറടക്കണം. അധികം വെച്ച് താമസിപ്പിച്ചൂടാ. ഇവിടുത്തെ കാര്യങ്ങൾക്കൊന്നും അധികം താമസം ഉണ്ടാവില്ല. ഇവിടുത്തെ കാര്യം നീ നോക്കണമെന്നില്ല, അത് നമുക്ക് വിട്ടേ. അതിനൊക്കെ ചില ചിട്ടവട്ടങ്ങളുണ്ട്. ഈ എന്നോട് നിൽക്കണമെന്നില്ല. ഈ പോയി ഓൻ എന്താ വേണ്ട വെച്ചാ ചെയ്. എല്ലാം ഞാൻ. നീ പോയിക്കോ, അതങ്ങനെയാണ്, അതങ്ങനെ പറ്റൂ.
അരുത്. സ്ത്രീകൾ മരിച്ചാൽ അന്യപുരുഷന്മാർ കാണാൻ പാടില്ല, ഞങ്ങൾക്ക് പോലും. ഞാൻ എന്റെ ഉമ്മ ശരിയാണ്. അകത്ത് കിടക്കുന്നത് നിനക്ക് വേണ്ടപ്പെട്ടവരായിരിക്കും. പക്ഷെ അതൊരു സ്ത്രീയുടെ മയ്യത്താണ്. അത് കാണുന്നതിന് ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റൂല. പറഞ്ഞത് മനസ്സിലായെന്ന് തോന്നുന്നു. സമയം സന്ദർഭം നോക്കാണ്ട് ഏത് സമയം ഈ വീട്ടിൽ കയറി ഇറങ്ങുന്നില്ലേ? ഇപ്പൊ എന്തായി? എന്തൊക്കെ ആയിരുന്നു? ഉമ്മച്ചി പോയി അല്ലടാ. എനിക്കൊരു കാര്യത്തിൽ സമാധാനമുണ്ട്. എന്റെ ഉമ്മച്ചിന്റെ അസുഖം എന്താന്നോ, അസുഖത്തിന്റെ വേദന എന്താന്നോ നീ അറിയിച്ചില്ല. എന്റെ ഉമ്മാനെ നീ പൊന്നുപോലെ നോക്കി. എനിക്കത് മതിയടാ. എന്താടാ ഇത്? നീ വാ, നമുക്ക് കുറച്ചു നേരം ഉമ്മാന്റെ അടുത്തിരിക്കാം. നിക്ക്. അല്ല മനുഷ്യരെ, നീ ഇതെന്ത് ഭാവിച്ചിട്ടാണ്? എന്തേ മൻസൂറെ, കാര്യങ്ങളൊക്കെ ശരി തന്നെ. അകത്ത് കിടക്കുന്നത് ഒരു സ്ത്രീയുടെ മയ്യത്താണ്. അതുകൊണ്ട് മോനെ, നമ്മുടെ രീതി അനുസരിച്ച് സ്ത്രീകളുടെ മയ്യത്ത് അന്യപുരുഷന്മാര് കാണാൻ പാടില്ല എന്ന് നിനക്കറിയാത്തൊന്നല്ലോ. ആരാ പറഞ്ഞേ ഉണ്ണിയാമ്മ അന്യാന്ന്? ഉപ്പാനെ പോലെ തന്നെയാ ഉപ്പൂനും ഉണ്ണിയാമ്മയും. മോളെ, നീ ആത്ത് പോ. അത് നമ്മളെ വലിയ സംസാരിച്ചോളൂ. നിങ്ങൾക്ക് ഏത് കാലത്താ ജീവിക്കുന്ന ഉപ്പാപ്പ? ഉപ്പ് മരിച്ചത് ഉണ്ണിയാമ്മന്റെ മടിയിൽ കിടന്ന ആശുപത്രിയിലെത്തും വരെ അതെന്താ മയ്യത്തല്ലേ? ആശുപത്രിയില് മരണസ്ഥിരീകരിച്ച ഡോക്ടർ എന്താ പുരുഷനല്ലേ ഉപ്പാപ്പ? ആശുപത്രിയിൽ നിന്ന് മയ്യത്തെ ഇവിടെ എത്തിച്ച നിങ്ങളൊക്കെ പുരുഷന്മാരല്ലാണ്ട് സ്ത്രീകളാണോ? മോളെ, നീ ആത്ത് പോ. ഇനി കബറ് വയ്ക്കേണ്ടതും മയ്യത്തടക്കം ചെയ്യേണ്ടതും പുരുഷന്മാരല്ലാണ്ട് സ്ത്രീകളാ? മോളെ വേണ്ട, മതി. മൻസൂറെ, പോരിശപ്പെട്ട തറവാട്ടിലെ പേരുകേട്ട ആളാണ് അകത്ത് മരിച്ചു കിടക്കുന്നത്. വിശ്വാസികൾക്ക് പറഞ്ഞു കിടക്കാൻ നമ്മളിട കൊടുക്കണ. അല്ല, ഈമാനില്ലാണ്ട് മൂത്തമാനെ പറഞ്ഞേക്കാനാ നിന്റെ പുറപ്പാട്?
ഇതൊന്നും ഞമ്മക്ക് പറഞ്ഞതല്ല കേട്ടാ. ആപ്പാ, എൻ്റെ ഉമ്മയുടെ സിരകളിൽ ഓടിയിരുന്നത് ഉണ്ണിയുടെ രക്ത. സൽക്കർമ്മത്തിലൂടെയും മനുഷ്യ സ്നേഹത്തിൻ്റെയും പേരില എൻ്റെ ഉമ്മ പേര് കേട്ട ഒരാളായത്. അത് തന്നെയാ എൻ്റെ ഉമ്മ എന്നെയും പഠിപ്പിച്ചത്. ആ രീതി തന്നെയാ എനിക്കും. ഉണ്ണി വാ. വേണ്ട, നമ്മുടെ ഉമ്മാരെ പേരിൽ ആൾക്കാരുടെ ഇടയിൽ ഒരു സംസാരം ഉണ്ടാവരുത്. ഞാൻ കാരണം ഒരു വിശ്വാസവും രീതിയും ഹനിക്കപ്പെടരുത്. മരിച്ചതിന് ശേഷവും തൈലപ്പാത്തുമ്മ എന്ന പേര് ആ പോരിശയോടെ നിലനിൽക്കണം. എന്റെ ഈ കയ്യിൽ കിടന്നില്ലടാ ഉമ്മ അവസാന ശ്വാസം വലിച്ചത്. ഞാനല്ലടാ എന്റെ ഉമ്മയെ അവസാനമായി ജീവനോടെ കണ്ടത്. എനിക്കത് മതി. ആപ്പാ, ആ മിണ്ടാപ്രാണി ഉമ്മയുടെ കബർ നോക്കി വാവിട്ട് കരയുന്നത് എന്തിനാണെന്നറിയോ? അവൻ ഈ ലോകത്ത് എല്ലാം എൻ്റെ ഉമ്മയാ. അവസാനമായി ഒന്നും കാണാൻ പറ്റാത്ത സങ്കടമാ ആ ഭാവത്തിന്. ഈ നാട്ടിൽ ആര് മരിച്ചാലും പള്ളിയിലെ കബർ വയ്ക്കുന്നതും മറ്റ് സംസ്കാര ചടങ്ങുകളും നടത്തുന്നത് അവനാ. അവൻ ആരാണെന്നോ എവിടുന്ന് വന്നതാണെന്നോ അവന്റെ ജാതി ഏതാണോ മതമേതാണോ എന്നും ആർക്കും അറിയില്ല. അത് അവനും അറിയില്ല. മിണ്ടാപ്രാണിയായ അവൻ എങ്ങനെയോ ഈ നാട്ടിലെത്തി. എൻ്റെ ഉപ്പ അവനെ ചേർത്ത് പിടിച്ചു. എൻ്റെ ഉമ്മ അവനെ ഊട്ടി. പള്ളിയിലും മറ്റവൻ അന്തി ഉറങ്ങി. മെല്ലെ ഈ നാട് അവൻ്റേതു കൂടിയായി. ആ അവനാണ് ഇന്ന് എൻ്റെ ഉമ്മാക്ക് വേണ്ടി കബർ വെച്ചത്. അതിലാണ് ഇന്ന് എൻ്റെ ഉമ്മ അന്തി ഉറങ്ങുന്നത്. കഴിഞ്ഞ കൊല്ലം നടന്ന വയനാട് ദുരന്തത്തിൽ ഞാനും ഇവരും അടങ്ങുന്ന രക്ഷാപ്രവർത്തകർ കല്ലുകൾക്കും ചളികൾക്കും ഇടയിൽ നിന്നും പെറുക്കിക്കൂട്ടിയത് മനുഷ്യരുടെ അറ്റുപോയ കൈകളും കാലുകളും മറ്റ് അവയവങ്ങളുമായിരുന്നു. ആപ്പാ, അതിനൊന്നും ആണെന്നോ പെണ്ണെന്നോ മുസ്ലിമെന്നോ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ ഒരു വേർതിരിവും ഉണ്ടായിട്ടില്ല. അവരെയൊക്കെ സംസ്കരിച്ചിരിക്കുന്നത് ഒരുമിച്ചാ. ആ മണ്ണിലുറങ്ങുന്നവർക്ക് ഒറ്റ ജാതിയേ ഉള്ളൂ, മനുഷ്യർ. ഒറ്റ മതമേ ഉള്ളൂ, മനുഷ്യർ. ആചാരങ്ങളും ചിട്ടവട്ടങ്ങളുമൊക്കെ നല്ലത് തന്നെയാണ്. അത് മനുഷ്യന്റെ മനുഷ്യത്വത്തിനും സ്നേഹത്തിനും അവകാശത്തിനും വിലങ്ങുതടിയാവരുത്.
അത് മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കണം. ആപ്പാ, പഠിപ്പും വിവരവും ലോകപരിചയമുള്ള നിങ്ങളെപ്പോലത്തെവരാ മനുഷ്യത്വത്തിന്റെ മൂല്യം ഈ ലോകത്തിനു മുന്നിൽ ഉയർത്തിപ്പിടിക്കേണ്ടത്. മാറ്റപ്പെടേണ്ടതും തിരുത്തപ്പെടേണ്ടതും തിരിച്ചറിയാനുള്ള കഴിവ് ആളുകൾക്കില്ലാഞ്ഞിട്ടല്ല. പക്ഷേ നമ്മളെപ്പോലത്തെ പഴയ തലമുറകൾക്ക് ചിലപ്പോഴൊക്കെ ആ രീതികളുടെ കൂടെ നടക്കേണ്ടി വരും. പക്ഷേ മാറ്റത്തിൻ്റെ അലയൊലി ഞാൻ ഇന്നത്തെ തലമുറയിൽ കാണുന്നു. അതിൻ്റെ പ്രതിധ്വനി നിങ്ങളിലൂടെ കേൾക്കുന്നു. പ്രത്യേകിച്ച് മരണവീട്ടിൽ ഞാൻ കേട്ട ആയിഷമോളുടെ ആ ശബ്ദം. മക്കളെ, മാറേണ്ടത് മാറും, മാറ്റപ്പെടും, തീർച്ച. കെട്ടുകൾ മൂന്നും കെട്ടി കട്ടിലിൽ നിന്നെയുമേറ്റി ഒരു ദിനമുണ്ടൊരു യാത്ര, തീരമടക്കമില്ലാത്ത യാത്ര. കെട്ടുകൾ മൂന്നും കെട്ടി കട്ടിലിൽ നിന്നെയുമേറ്റി ഒരു ദിനമുണ്ടൊരു യാത്ര, തീരമടക്കമില്ലാത്ത യാത്ര. കഷ്ണം തുണി ചുറ്റി മുറിയാതതിക്കറും ചൊല്ലി, 3 കഷ്ണം തുണി ചുറ്റി മുറിയാതതിക്കറും ചൊല്ലി, ഖബറിലേക്കുള്ളൊരു പോക്ക് കൽബിൽ നീയോർത്തങ്ങ് നോക്ക്. ാടിയ കുട്ടി പച്ച മണ്ണോടു നീ ചേർത്ത് പൊട്ടി. കൊട്ടാരക്കോട്ടകൾ കെട്ടി പട്ടാളം കാവല് നിർത്തി, കൊട്ടാരക്കോട്ടകൾ കെട്ടി പട്ടാളം കാവല് നിർത്തി. നാടുഭരിച്ചോരു മണ്ണാൻ നാളെ നീയും ഒരു പിടി മണ്ണാൽ, ജീവിതകാലത്തെ ഉങ്ക് മൗത്തോടെ മാറ്റുന്നു റബ്ബ്.